സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യിരെമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കാം. അവർ കേൾക്കുവാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ചു, സാക്ഷീകരിക്കേണ്ടു അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായ്കയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്ദയായിരിക്കുന്നു, അവർക്ക് തമ്മിൽ ഇഷ്ടം ഇല്ല. കണ്ടില്ലേ? അതുകൊണ്ടാണ് യേശുക്രിസ്തു പ്രസംഗം കഴിഞ്ഞ ശേഷം ഒരു വാക്ക് പറയുമായിരുന്നത്. എന്തു പറയുമെന്നറിയാമോ? കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതായത് അവിടെ ഇരിക്കുന്നവർക്കൊന്നും ചെവിയില്ലെന്നാണ് അർത്ഥം അല്ല, എന്നാൽ കേൾക്കണം. ഈ ദിവസം ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത്? ഈ ദിവസം വചനത്തിൽ കൂടി ഏത് ആശ്വാസം എനിക്ക് ലഭിക്കും? ഏത് കൃപ എനിക്ക് ലഭിക്കുവാനിടയാകും? ഏത് പ്രബോധനമാണ് എനിക്ക് ലഭിക്കുന്നത്? ഏത് ശാസനയാണ് എനിക്ക് ലഭിക്കുന്നത്? എന്തൊക്കെ ക്രമീകരണമാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ദാഹത്തോടെ വചനം കേൾക്കുന്ന സമയത്ത് വലിയ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കാണില്ല. വചനം കേൾക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാനുള്ളതായ മനസ്സ് ഉണ്ടാവുകയില്ല. ഹൃദയം ഒരുക്കമല്ലാതിരിക്കുമ്പോൾ വചനം കേൾക്കുകയാണെങ്കിൽ തങ്ങളെ തന്നെ മറന്നുപോകാനിടയാകും. നിങ്ങൾക്ക് എല്ലാവർക്കും ചെവികളുണ്ടോ? ഉണ്ടോ? ചിലർക്ക് പാമ്പിന്റെ ചെവിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും പാമ്പിന്റെ ചെവി കണ്ടിട്ടുണ്ടോ? അതിന് ചെറിയൊരു ദ്വാരം മാത്രമേ കാണുകയുള്ളൂ. അല്ലാതെ നമ്മെപ്പോലെ ആനയുടെ കൂട്ടുള്ള ചെവിയല്ല. ചെറിയൊരു ദ്വാരം മാത്രമേ ഉള്ളൂ. അതെവിടെയാണെന്ന് പോലും അറിയാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, എന്നാൽ ആ പാമ്പിന്റെ ചെവിക്ക് വളരെ ചെറിയ ശബ്ദത്തെ പോലും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. വളരെ സെൻസിറ്റീവാണ്. എവിടെയോ നാദസ്വരത്തിന്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അതിരിക്കുന്ന പൊത്തിൽ നിന്നും അത് വെളിയിലേക്ക് ഇറങ്ങി വരാനിടയാകും. എന്നാൽ ചില പാമ്പുകളുണ്ട്, ഈ നാദസ്വരം കേൾക്കുന്ന ശീലമാക്കിയിട്ട് ഇത് മനഃപൂർവ്വം ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ട്. ഞാനിനി കേൾക്കില്ല എന്ന് തീരുമാനിക്കും. പിന്നെ ആ പാമ്പാട്ടി എത്ര നേരം അത് വായിച്ചാലും ശരി, അങ്ങനെ എത്ര നേരം വായിച്ചാലും ശരി, ഞാൻ കേൾക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൊട്ടയിൽ നിന്ന് വെളിയിലേക്ക് വരില്ല. ഇന്ന് നാം ശ്രദ്ധിക്കുന്ന സമയത്ത് ചില ആളുകൾ, ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്ന ആളുകൾ, ദൈവവചനം കേൾക്കുന്ന കാര്യത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കുന്നു. ദൈവദാസന്മാർ എത്ര പ്രസംഗിച്ചാലും അടുത്തുള്ള ആളുകളെ കുറിച്ച് പറയുന്ന സമയത്ത്, കുറ്റം പറയുന്ന സമയത്താണെങ്കിൽ അതുപോലെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കുറിച്ച് പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റോട് തന്നെ കേൾക്കാനിടയാകും. എന്നാൽ നിന്നെക്കുറിച്ച് പറയുന്നത് വിചാരിക്കുകയാണെങ്കിൽ പതിയെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി ശ്രമിക്കും. നിവൃത്തിയുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകും. അല്ല, പോകാൻ കഴിയാത്ത സ്ഥലമാണെങ്കിൽ പതിയെ ബൈബിൾ എടുത്ത് തുറന്നു നോക്കിക്കൊണ്ടിരിക്കും, വലിയൊരു ഭക്തനെ പോലെ. അല്ലെങ്കിൽ പിന്നെ ഫോണുണ്ടല്ലോ കയ്യിൽ, എന്തു ചെയ്യും? സെൽഫോൺ എടുത്തുകൊണ്ട് SMS അയച്ചുകൊണ്ടേ ഇരിക്കും ആർക്കെങ്കിലും. നിങ്ങൾ ഫ്ലൈറ്റിൽ കയറുകയാണെങ്കിൽ അവർ എന്തു പറയുമെന്ന് അറിയാമോ? ആദ്യമായിട്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ഫോണുകൾ ഓഫ് ചെയ്യൂ എന്ന് പറയും. അതുപോലെ തന്നെ ചർച്ചിൽ വരുമ്പോൾ, ദൈവസന്നിധിയിൽ വരുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത്? സെൽഫോണുകൾ ഓഫ് ചെയ്യേണ്ടതാണ്. നിങ്ങളൊന്നും വിചാരിക്കില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് സെൽഫോൺ ഉണ്ട്? കാണിക്കാമോ? നിങ്ങളുടെ സെൽഫോൺ ശുദ്ധീകരിക്കപ്പെട്ടതാണോ? അത് മാനസാന്തരപ്പെട്ടതാണോ? എന്താണ്? നിങ്ങളുടെ സെൽഫോണിനെ സ്നാനപ്പെടുത്തിയതാണോ? ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന ഉടനെ നിങ്ങളുടെ സെൽഫോണിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുക. അതിൽ ഏതെങ്കിലും സിനിമാ പാട്ടുകളോ അനാവശ്യമായിരിക്കുന്ന ദൃശ്യങ്ങളോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ ദൃശ്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ, അനാവശ്യമായ മ്യൂസിക്കുകളോ പാപം സംബന്ധിച്ച എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ സെൽഫോണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ എന്താണ് ചെയ്യേണ്ടത്? അത് എറേസ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സെൽഫോണിൽ ദൈവത്തിൻ്റെ പാട്ടുകളാണ് ഉണ്ടായിരിക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനമാണ് ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാവൂ, അല്ലാതെ പിശാചിനെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ സെൽഫോൺസിനേക്കാൾ കൂടുതലായിട്ട് ബൈബിളുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ബൈബിൾ ഒന്ന് കാണിക്കാമോ? എല്ലാവരും അത് തുറന്ന് കാണിക്കേണ്ടതാണ്. വിശുദ്ധ പുസ്തകം, വിശുദ്ധ പുസ്തകം, എവിടെ നിന്ന് വായിച്ചാലും സഹായം ലഭിക്കും. കഷ്ടം വന്നാലും ദുഃഖമേറിയെന്നാലും മറന്നിടാതെ വായിക്കൂ വിശുദ്ധ പുസ്തകം. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വചനങ്ങൾ നമുക്കിപ്പോൾ വായിക്കാം. ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും അത് തുറന്നിട്ട് വായിക്കുക.
ബൈബിളില്ലാത്ത ആളുകൾ വായിക്കുന്നതായ സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്യർ തെക്കേദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീവച്ചു ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീവച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ഇവിടെ ഒരു സംഭവം കാണാൻ കഴിയും. ദാവീദ് രാജാവാകുന്നതിന് വേണ്ടി ശമൂവേൽ പ്രവാചകൻ അവനെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. എന്നാൽ അതിൻ്റെ 2-ാം ദിവസം തന്നെ അവൻ രാജാവായി മാറിയില്ല. അവൻ രാജാവാകും എന്ന് കേട്ടതേയുള്ളൂ. അങ്ങനെ ഒരു സന്ദർഭം വന്നു. ഗോലിയാത്തിനെ തോൽപ്പിക്കുന്നവന് രാജ്യത്തിന്റെ പകുതിയും എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമെന്ന് ശൗല് പ്രഖ്യാപിക്കാനിടയായി. ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും താൻ രാജാവാകുമെന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ ഗോലിയാത്തിനെ കൊല്ലുവാനിടയായി. ശൗൽ തൻ്റെ മകളെ ദാവീദിന് വിവാഹം കഴിച്ചു കൊടുത്തു. എന്നാൽ ശൗലിന് ദാവീദിനോട് വലിയ അസൂയ ഉണ്ടാകാനിടയായി. മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടും അവനെ കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദാവീദ് രക്ഷപ്പെട്ട് പോകുന്നു. ഒറ്റയടിക്ക് ഗോലിയാത്തിനെ കൊന്നതായ ദാവീദിന് ശൗലിനെയും കൊല്ലുവാൻ കഴിയും. അവന് ശക്തിയുണ്ട്. എന്നാൽ ദാവീദ് യുദ്ധം ചെയ്തുകൊണ്ട് ആക്രമിച്ച് വാളുകൊണ്ട് നേടിയെടുക്കാം എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയല്ല. മറിച്ച് അവന്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ദൈവം തക്ക സമയത്ത് എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാനിടയാകും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അതുമാത്രമല്ല, ശൗല് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് തവണ ശൗലിനെ ദാവീദിന്റെ കയ്യിൽ കിട്ടിയിട്ടും ദാവീദ് ദോഷമായിട്ടൊന്നും തന്നെ ചെയ്തില്ല. അങ്ങനെ ഗുഹകളിൽ താമസിച്ചു വരികയാണ് അവൻ ഒരു സ്ഥലത്ത് പോയാൽ അവൻ്റെ കൂടെ കടബാധ്യതയുള്ളവർ, ഒരുപാട് വേദന അനുഭവിക്കുന്നവർ ഒക്കെ അവൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവൻ അവർക്ക് അധിപതിയായി മാറി. രാജ്യത്തിൻ്റെ രാജാവാകുമെന്ന് പറഞ്ഞവൻ ഇപ്പോൾ ആർക്കാണ് രാജാവായിരിക്കുന്നത്? കടബാധ്യതയുള്ളവർക്കും ദുഃഖം അനുഭവിക്കുന്നവർക്കും രാജാവായിട്ട് മാറിയിരിക്കുന്നു. കടബാധ്യതയുള്ളവരുടെ രാജാവാണെങ്കിൽ ആ രാജാവ് എങ്ങനെയുള്ളവനായിരിക്കും? കടമുള്ളവനായിരിക്കും. സമാധാനമില്ലാത്തവരുടെ രാജാവായിരിക്കുകയാണെങ്കിൽ രാജാവിനും സമാധാനം കാണുമോ? എന്നാൽ അവർക്ക് വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ അവരെ യുദ്ധം പഠിപ്പിക്കുന്നുണ്ട്. അവർ ഒരു ദേശത്ത് ചെന്ന് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കിയിട്ട് ഒരു ക്യാമ്പ് പോലെ അവിടെ കൂടിയിരിക്കുകയാണ്. അവർ തിരികെ വന്നപ്പോഴേക്ക് ഒരു സംഭവം നടന്നു. ബൈബിൾ വായിക്കുന്നവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു ക്യാമ്പ് കാണാൻ കഴിയും. പുരുഷന്മാരെല്ലാം യുദ്ധത്തിന് പോയിട്ട് തിരികെ വന്നപ്പോഴേക്കും നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, അവിടെ വീടുകളിലുണ്ടായിരുന്നതായ സ്ത്രീകളെയും പുത്രീപുത്രന്മാരെയും എല്ലാം ചില ശത്രുക്കൾ വന്നിട്ട് പിടിച്ചുകൊണ്ടുപോയി. ആടിനെയും മാടിനെയും അവരുടെ സർവ്വസമ്പത്തും കൊണ്ടുപോയിട്ട് അവരുടെ വീടുകളെല്ലാം തീവച്ച് കളയാനിടയായി. അവർ യുദ്ധത്തിന് പോയിട്ട് ക്ഷീണിച്ചു വന്നതായ സമയത്ത്, സാധാരണ ഭർത്താവ് ജോലിക്ക് പോയിട്ട് തിരികെ വരുമ്പോൾ വന്നിട്ട് വീടിൻ്റെ വാതിൽ മുട്ടുമ്പോൾ ആര് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്? ഭാര്യ വരാൻ വേണ്ടി ആഗ്രഹിക്കും. അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവർ വരണം, അവരെ എടുക്കണം. അങ്ങനെയൊക്കെ അവർ സന്തോഷത്തോടെ ചിന്തിക്കുവാൻ ഇടയാകും. അങ്ങനെ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് അവർ കടന്നു വരുന്നത്. വന്നു നോക്കുമ്പോൾ വീട് ശൂന്യമായി കിടക്കുകയാണെങ്കിൽ, വീടെല്ലാം കത്തിപ്പോയിരിക്കുന്നതായി കണ്ടാൽ എന്തായിരിക്കും തോന്നലുണ്ടാകുന്നത്? ഒരുപാട് ദുഃഖമുണ്ടാകും, അല്ലേ? അവർ ആ ക്യാമ്പിൽ തിരികെ വന്ന സമയത്ത് അവർ വീടുകളെല്ലാം കത്തിച്ചിരിക്കുന്നു. അവിടെയെല്ലാം ഭാര്യമാരെ കാണാനില്ല, അവരുടെ കുഞ്ഞുങ്ങളെ കാണാനില്ല, അവരുടെ ആടുമാടുകളെ കാണാനില്ല. അവിടെ മുഴുവനും ചാരമായിരിക്കുന്നു. അത് കണ്ട നിമിഷം തന്നെ വളരെ ക്ഷീണിതരായിട്ട് യുദ്ധഭൂമിയിൽ നിന്ന് കടന്നു വന്ന പുരുഷന്മാരെല്ലാം ഹൃദയവേദനയോടുകൂടെ ഇനിയും കരയുവാൻ ബലമില്ലാതാകുവോളം വളരെ ഉറക്കെ നിലവിളിക്കുവാനിടയായി. അതെ, നിങ്ങളെപ്പോഴെങ്കിലും കരയാറുണ്ടോ? നിങ്ങളെപ്പോഴെങ്കിലും കരയാറുണ്ടോ? എന്തിനു വേണ്ടിയാണ്? കറി നല്ലതല്ലാത്ത കൊണ്ടോ? ചോദിച്ച സാരി വാങ്ങിത്തരാത്തത് കൊണ്ടാണോ? സ്വർണം പണയം വെച്ചിട്ട് എടുത്തു തരാത്തത് കൊണ്ടാണോ? അയൽപക്കക്കാർ ചീത്ത വിളിച്ചത് കൊണ്ടാണോ? ആരോ കളിയാക്കിയത് കൊണ്ടാണോ? എന്തിനാണ് കരയുന്നത്?
ചിലരാണെങ്കിൽ ഒരു കാരണമില്ലാതെ വെറുതെ ഓരോന്നോരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ കാര്യത്തിനും വേണ്ടി കരയാനിടയാകും. എന്നാൽ നമ്മുടെ കരച്ചിലാകട്ടെ, ദുഃഖം ആകട്ടെ, ഹൃദയത്തിന് വളരെ വേദന അനുഭവപ്പെടുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നതാണത്. അത് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും. സന്തോഷം വന്നാലും കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും, ആനന്ദബാഷ്പമെന്ന് പറയും. അതുപോലെ ദുഃഖം വന്നാലും കണ്ണുനീർ വരും. അത്രത്തോളം സഹിക്കുവാൻ കഴിയാത്തതായ ദുഃഖമുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ആകസ്മികമായി നിങ്ങളുടെ ഭാര്യ ഒരു അപകടത്തിൽ മരിച്ചു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചു പോവുകയാണെങ്കിൽ, നിങ്ങൾ വളരെ ഓമനിച്ച് വളർത്തിയതായ നിങ്ങളുടെ മകൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ആക്സിഡന്റിൽ മരിച്ചുപോയി എന്ന വാർത്ത കേട്ടാൽ എങ്ങനെയായിരിക്കും? അബ്ബാ, ഹൃദയം തകരുവാൻ, ഹൃദയം നിലച്ചു പോകാനിടയാകും. ഈ ലോകത്തിൽ എത്രയോ വിപത്തുകൾ അങ്ങനെയുണ്ട്. സഹിക്കുവാൻ കഴിയാതെ വണ്ണമുള്ള ദുഃഖങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ സംഭവങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ സാഹചര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ദയവ് ചെയ്ത് കണ്ണുകൾ അടയ്ക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിന്റെ മനസ്സ് തുറന്നിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ ദുഃഖത്തെ പങ്കുവയ്ക്കൂ. കർത്താവേ, എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുന്നു? ഞാൻ മദ്യപാനിയായി തീർന്നിരിക്കുന്നു. എൻ്റെ ജീവിതം നശിച്ചു പോവുകയാണ്. ഈ ദുശീലം എനിക്ക് ഒഴിവാക്കുവാൻ കഴിയുന്നില്ല. എനിക്കിനിയും സാധാരണ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുവാൻ കഴിയുമോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുക. നിന്റെ വായ് തുറന്നുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുക. നിന്റെ സങ്കടം അവനോട് പങ്കുവയ്ക്കുക. നിന്റെ ദുഃഖം അവനോട് പങ്കുവയ്ക്കുക. ആരോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നു. ആരോ അപമാനിച്ചെന്ന് പറഞ്ഞ് അവരോട് കോപത്തോടെ, ദേഷ്യത്തോടെ നീ ആയിരിക്കുകയാണ്. ഇപ്പോൾ നീ പശ്ചാത്തപിക്കുക. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഒരു ദോഷവും എനിക്ക് സംഭവിക്കില്ല. പിശാചനെ തകർത്തു കളയാൻ പരിശ്രമിച്ചാലും എൻ്റെ കർത്താവ് എനിക്ക് നഷ്ടമായതെല്ലാം തിരികെ തരുവാൻ മതിയായ ദൈവമാണ്. എൻ്റെ കർത്താവായ യഹോവയിൽ ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി ജീവൻ നൽകിയിരിക്കുന്ന യേശുവിൽ ഞാൻ എൻ്റെ പൂർണ്ണ ആശ്രയം വെച്ചിരിക്കുന്നു. വായ് തുറന്ന് കർത്താവിനോട് പറയുക, യേശുവേ, എൻ്റെ സങ്കടം ഇതാണ്, എൻ്റെ ദുഃഖം ഇതാണ്, എൻ്റെ ആവശ്യം ഇതാണ്, എൻ്റെ രോഗം ഇതാണ്, എൻ്റെ സാഹചര്യം ഇതാണ്, എൻ്റെ നിന്ന ഇതാണ്. കർത്താവേ, നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് വായ് തുറന്ന് കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവൻ കേൾക്കും. സ്വർഗത്തിൽ നിന്നും നിന്റെ പ്രാർത്ഥന കേൾക്കുന്നതായ ദൈവം നിനക്ക് ഉത്തരമരുളും. അവൻ നിന്നെ ആശ്വസിപ്പിക്കും. നിന്നെ അവൻ ബലപ്പെടുത്തും. അവൻ നിന്റെ കൂടെയുണ്ടാകും. നിനക്ക് നഷ്ടമായതെല്ലാം അവൻ തിരികെ നൽകും. വിശ്വസിക്കുക. നിങ്ങൾ കർത്താവിൽ പൂർണ്ണമായും വിശ്വസിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കർത്താവേ, എത്രയോ തവണയിൽ ഹൃദയം തകർന്ന അവസ്ഥയിൽ, അതുപോലെ പ്രതികൂലത്തിന്റെ കെണിയിൽ അകപ്പെട്ടതായ സമയത്ത്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ, കുടുംബപരമായ പ്രശ്നങ്ങളിൽ, ശാരീരിക രോഗങ്ങളിൽ, വിശ്വസിച്ച ആളുകൾ വഞ്ചിച്ചു കളഞ്ഞതായ അവസ്ഥകളിൽ, ഉണ്ടായിരുന്ന സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ട സമയത്ത്, ഉണ്ടായിരുന്ന ആ ജോലിയിൽ പ്രതികൂലമുണ്ടായതായ സമയത്ത്, ആരംഭിച്ചതായ ബിസിനസ് നഷ്ടം വന്നതായ സമയത്ത് നിരാശപ്പെട്ടു പോകുന്ന കർത്താവേ, മനസ്സിൽ ഭാരപ്പെടുകയാണ് കർത്താവേ, സഹിക്കുവാൻ കഴിയുന്നില്ല, നീ കാരണമാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെയുള്ളതായ ഈ അവസ്ഥയിൽ നിന്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ, കർത്താവേ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് നീ അനുവദിച്ചത്? കർത്താവേ, ഈ പോരാട്ടത്തെ നേരിടുവാനുള്ള ശക്തി നൽകണമേ. ഈ പ്രതികൂലത്തെ ജയിക്കുവാൻ ആവശ്യമായ ബലം നൽകണമേ. ഈ അവസ്ഥയിൽ നീ എന്നെ വിട്ടുകളയരുതേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ അപ്പാ. മനുഷ്യരെല്ലാവരും ഉപേക്ഷിച്ചു കളഞ്ഞാലും ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത യേശു, മനുഷ്യർ എല്ലാവരും സഹായിക്കാൻ വേണ്ടി വന്നെങ്കിലും അവർക്ക് കഴിയാത്തതായ അവസ്ഥയിലാകുന്നു. എന്നാൽ സകലത്തിനും മതിയായവനായ നിങ്ങളിലേക്ക് നോക്കുവാൻ സഹായിക്കണമേ കർത്താവേ. പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെല്ലാം ദർശിക്കണമേ. അവരുടെ ഹൃദയങ്ങളിൽ ഏതൊക്കെയാണ് വേദനകളുള്ളത്,
അവരുടെ ഹൃദയത്തിലെ നിരാശകൾ എന്താണ്? അവരുടെ മനസ്സിലെ ഭാരങ്ങൾ എന്തൊക്കെയാണ്? ഓരോ കുടുംബത്തിലെയും പ്രശ്നങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നതായ ഒരു ദൈവമാണ് നീ. ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ കർത്താവേ. നിന്റെ ഹിതപ്രകാരം നടത്തണമേ. ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം തന്നെ ഇരട്ടിയായിട്ട് നേടിയെടുക്കാൻ സഹായിക്കുമാറാകണമേ കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.